എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ചില ബാങ്കുകളെ കുറിച്ചാണ്. ആദ്യം തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBIയെ കുറിച്ച് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ ബാങ്കാണ് SBI. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ബാങ്കും SBI തന്നെയാണ്. ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഇന്ത്യൻ ബാങ്കാണ് SBI. ഇസ്രായേലിൽ ശാഖ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ ബാങ്കാണ് SBI. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന ATM സ്ഥാപിച്ച ബാങ്കും SBI ആണ്. SBIയുടെ ആപ്തവാക്യം പ്യുവർ ബാങ്കിങ്, നത്തിങ് എൽസ്. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് JM കെയ്ൻസ്. SBIയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മുംബൈ. SBIയുടെ ആസ്ഥാനം മുംബൈയിലാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേരാണ് ഇംപീരിയൽ ബാങ്ക്. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായിട്ടുള്ള വർഷം 1921 ജാനുവരി 27. ഇംപീരിയൽ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷം 1955 ജൂലൈ 1. SBIയുടെ ആദ്യത്തെ മലയാളി ചെയർമാൻ അല്ലെങ്കിൽ സ്ഥാപക ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ജോൺ മത്തായി ആണ്. അടുത്തത് പഞ്ചാബ് നാഷണൽ ബാങ്കിനെ കുറിച്ച് നോക്കാം. പൂർണ്ണമായും തദ്ദേശീയമായിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. വർഷം 1895. 1895 പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിതമായത്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകൻ ലാല ലജ്പത് റായ്. പൂർണ്ണമായും ഇന്ത്യൻ മൂലധനം ഉപയോഗിച്ച് തുടങ്ങിയ ആദ്യത്തെ ഇന്ത്യൻ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥിര നിക്ഷേപങ്ങൾക്കായി ആരംഭിച്ച പുതിയ പദ്ധതിയാണ് മഹാബചത് സ്കീം. മഹാബചത് സ്കീമാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥിര നിക്ഷേപങ്ങൾക്കായിട്ട് ആരംഭിച്ച പുതിയ ഒരു പദ്ധതി. പഞ്ചാബ് നാഷണൽ ബാങ്ക് മൈക്രോ ഫിനാൻസ് ബ്രാഞ്ച് ആരംഭിച്ചത് ന്യൂഡൽഹിയിലാണ്. മൈക്രോ ഫിനാൻസ് ബ്രാഞ്ച്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വയം പിരിഞ്ഞുപോകൽ പദ്ധതി, അതായത് VRS നടപ്പിലാക്കിയ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. പ്രിവെന്റീവ് വിജിലൻസ് പോർട്ടൽ 2019 സെപ്റ്റംബർ മാസത്തിൽ ആരംഭിച്ച ബാങ്കും പഞ്ചാബ് നാഷണൽ ബാങ്ക്. പ്രിവെന്റീവ് വിജിലൻസ് പോർട്ടൽ. അടുത്തതായിട്ട് നമുക്ക് എക്സിം ബാങ്കിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് നോക്കാം. എക്സിം ബാങ്ക് അതിൻ്റെ ആസ്ഥാനം വരുന്നത് മുംബൈയിലാണ്. നിലവിൽ വന്നത് 1982. എക്സിം ബാങ്ക് നിലവിൽ വന്നത് 1982. വിദേശ വ്യാപാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപം കൊണ്ട ബാങ്കാണ് എക്സിം ബാങ്ക്. അടുത്തത് സ്മാൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SIDBI. സ്മാൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വായ്പ നൽകുന്ന ബാങ്കാണ് SIDBI, സ്മാൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇനി SIDBI എന്ന ബാങ്ക് സ്ഥാപിതമായിട്ടുള്ള വർഷം 1990 ഏപ്രിൽ 2 അതിൻ്റെ ആസ്ഥാനം ഉത്തർപ്രദേശിലെ ലക്നൗ ആണ്. ഉത്തർപ്രദേശിലെ ലക്നൗ ആണ് SIDBIയുടെ ആസ്ഥാനമായിട്ട് വരുന്നത്. അടുത്തതായിട്ട് റീജിയണൽ റൂറൽ ബാങ്കിനെ കുറിച്ച് നോക്കാം. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നതിനായിട്ട് സ്ഥാപിച്ച ബാങ്കുകളാണ് റീജിയണൽ റൂറൽ ബാങ്ക്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നതിനായിട്ട് സ്ഥാപിച്ച ബാങ്കാണ് റീജിയണൽ റൂറൽ ബാങ്ക്. റീജിയണൽ റൂറൽ ബാങ്ക് സ്ഥാപിതമായിട്ടുള്ള വർഷം 1975 ഒക്ടോബർ 2. ഗ്രാമീൺ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് ഏതാണ്? റീജിയണൽ ബാങ്ക് ആണ്. ഗ്രാമീൺ ബാങ്ക് എന്നറിയപ്പെടുന്നത് റീജിയണൽ ബാങ്ക് ആണ്.
റീജിയണൽ റൂറൽ ബാങ്ക് ആക്ട് നിലവിൽ വന്നതെന്നാണ്? 1976. റീജിയണൽ റൂറൽ ബാങ്ക് ആക്ട് വന്നത് 1976. നരസിംഹം കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് റീജിയണൽ റൂറൽ ബാങ്ക് രൂപീകൃതമായത്. ആദ്യത്തെ റീജിയണൽ റൂറൽ ബാങ്ക് ആരംഭിച്ചത് എവിടാണ്? പ്രഥമ ബാങ്കാണ്. അതെവിടാണ് വന്നത്? മൊറാദാബാദ്, ഉത്തർപ്രദേശിലെ മൊറാദാബാദിലാണ് ആദ്യത്തെ റീജിയണൽ റൂറൽ ബാങ്ക് ആരംഭിച്ചത്. പ്രഥമ ബാങ്ക് എന്നാണ് പേര്. ഏറ്റവും കൂടുതൽ റീജിയണൽ റൂറൽ ബാങ്കുകളുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ് തന്നെയാണ്. റീജിയണൽ റൂറൽ ബാങ്കിന് ശാഖകളില്ലാത്ത സംസ്ഥാനങ്ങൾ സിക്കിമും ഗോവയിലും ഇതുവരെയും റീജിയണൽ റൂറൽ ബാങ്കിന് ഒരു ശാഖ പോലും ഇല്ല. ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് മുഹമ്മദ് യൂനൂസിനെയാണ്. ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി മുഹമ്മദ് യൂനൂസ്. പാവങ്ങളുടെ ബാങ്കർ എന്നറിയപ്പെടുന്നതും മുഹമ്മദ് യൂനൂസിനെയാണ്. അടുത്തതായിട്ട് കേരള ബാങ്കിനെ കുറിച്ച് നോക്കാം. കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ പൊതു സംവിധാനമായിട്ടുള്ള ത്രിതല സംവിധാനത്തെ മാറ്റി ദ്വിതല സംവിധാനമാക്കുകയാണ് കേരള ബാങ്കിലൂടെ ലക്ഷ്യം വെച്ചത്. കേരള ബാങ്കിന്റെ ലക്ഷ്യം എന്താണ്? കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ പൊതു സംവിധാനമായിട്ടുള്ള ത്രിതല സംവിധാനത്തെ മാറ്റി ദ്വിതല സംവിധാനമാക്കുക. സംസ്ഥാന സഹകരണ ബാങ്കുകളും 13 ജില്ലാ സഹകരണ ബാങ്കുകളും ചേർന്നതാണ് കേരള ബാങ്ക്. സംസ്ഥാന സഹകരണ ബാങ്കുകളും 13 ജില്ലാ സഹകരണ ബാങ്കും ചേർന്നതാണ് കേരള ബാങ്ക്. കേരള ബാങ്കിൽ ചേരാത്ത ജില്ലാ സഹകരണ ബാങ്ക് ഏതാണ്? മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക്. ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് കേരള ബാങ്ക് നിലവിൽ വന്നത്? MS ശ്രീറാം കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് കേരള ബാങ്ക് രൂപം കൊണ്ടത്. കേരള ബാങ്ക് രൂപം കൊണ്ട ദിവസം ഏതാണ്? 2019 നവംബർ മാസം 29. 2019 നവംബർ 29 കേരള ബാങ്ക് രൂപം കൊണ്ടത്. കേരള ബാങ്കിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള ബാങ്കിന്റെ ആദ്യത്തെ CEO PS രാജൻ ആണ്. PS രാജനാണ് കേരള ബാങ്കിന്റെ ആദ്യത്തെ CEO. ബാങ്ക് ദേശസാൽക്കരണത്തെ കുറിച്ച് കൂടെ നോക്കാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം 1969 ജൂലൈ 19 1969 ദേശസാൽക്കരിക്കപ്പെട്ട ബാങ്കുകളുടെ എണ്ണം 14. ബാങ്ക് ദേശസാൽക്കരണം നടക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടക്കുമ്പോഴുള്ള ഇന്ത്യൻ രാഷ്ട്രപതി VV ഗിരി. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, രാഷ്ട്രപതി VV ഗിരി. വർഷം 1969 ജൂലൈ 19. 14 ബാങ്കുകളാണ് ദേശസാൽക്കരിക്കപ്പെട്ടത്. 50 കോടി ആസ്തിയുള്ള ബാങ്കുകളെയാണ് ഒന്നാം ഘട്ട ദേശസാൽക്കരണത്തിൽ ദേശസാൽക്കരിച്ചത്. അടുത്തതായിട്ട് ഇന്ത്യയിൽ രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്ന വർഷം എന്നാണ്? 1980 ഏപ്രിൽ 15. 1980 ദേശസാൽക്കരിക്കപ്പെട്ട ബാങ്കുകളുടെ എണ്ണം എത്രയാണ്? 6. ഒന്നാം ഘട്ടത്തിൽ 14, വർഷം 69 ജൂലൈ 19. രണ്ടാം ഘട്ടത്തിന്റെ ഡേറ്റ് എന്നാണ്? 80 ഏപ്രിൽ 15. രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടക്കുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് നീലം സഞ്ജീവ റെഡ്ഡിയാണ് അപ്പോഴുള്ള രാഷ്ട്രപതി. പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി തന്നെയാണ്. രാഷ്ട്രപതിയാണ് മാറിയിട്ടുള്ളത്, നീലം സഞ്ജീവ റെഡ്ഡിയാണ്. മറ്റേതിലാരാണ്? VV ഗിരി. 200 കോടി രൂപ ആസ്തിയുള്ള ബാങ്കുകളെയാണ് രണ്ടാം ഘട്ടത്തിൽ ദേശസാൽക്കരിച്ചത്. നിലവിൽ ഇന്ത്യയുടെ ദേശസാൽകൃത ബാങ്കുകളുടെ എണ്ണം 12 ബാങ്കുകളാണ് നിലവിൽ ഇന്ത്യയിൽ ദേശസാൽകൃത ബാങ്കുകളായിട്ടുള്ളത്, SBI ഉൾപ്പെടെ. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി ബാങ്ക് ദേശസാൽക്കരണം, കേരള ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്ക്, സ്മാൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, എക്സിം ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്കും SBIയെ കുറിച്ചുമുള്ള ഈ ഒരു ചെറിയ ടോപ്പിക് വൈസ് വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും
നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ എനിക്ക് എൻ്റെ അടുത്ത് പറയാനുണ്ടെങ്കിൽ അത് എന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും നിങ്ങൾ മറക്കരുതേ. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള വീഡിയോസും ലഭിക്കുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ വീഡിയോസ് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഏവർക്കും നന്ദി, നമസ്കാരം.